പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് രസകരമായൊരു കാഴ്ച കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. എൻ്റെ ശബ്ദം ശരിയല്ല, തൊണ്ടയിൽ കടഞ്ഞിരിക്കുകയാണ്. ഇന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ, BJPയുടെ മഹിളാ മോർച്ച പ്രവർത്തകർ തിരുവനന്തപുരത്ത് വളരെ രസകരവും വളരെ ഫലപ്രദവുമായൊരു സമരം ആവിഷ്കരിച്ചു. അവർ KSRTC ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കില്ല എന്ന് വാശി പിടിച്ചു. കാരണം എന്താണ്? UDFൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഓഫർ എന്തായിരുന്നു? ഈ ഓണക്കാലത്തും വിഷു കാലത്തും ക്രിസ്മസ് കാലത്തൊക്കെ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഓഫർ ഇറക്കുന്ന പോലത്തെ ഒരു ഓഫറല്ലേ കൊടുത്തത്. വളരെ ത്രസിപ്പിക്കുന്നൊരു ഓഫറാണ്. സ്ത്രീജനങ്ങൾ, കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങൾക്കും സൗജന്യ KSRTC യാത്ര. ഇതൊക്കെ പ്രാക്ടിക്കലാണോ? അതൊന്നും അവർക്കറിയാമെന്നും പ്രാക്ടിക്കലല്ലാന്ന്. ഇതുവരെ ഒരു മന്ത്രിസഭാ രൂപീകരണം പോലും നടന്നിട്ടില്ല. മെയ് 15 മുതൽ ഇത് നടപ്പാക്കുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഒരു മന്ത്രിസഭാ രൂപീകരണം പോലും നടന്നിട്ടില്ല ഇന്ന് വരെ. കൂടി മുഖ്യമന്ത്രിയെ മാത്രമാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ ദിവസങ്ങൾക്കുള്ളിൽ. എന്നിട്ട് മെയ് 15 മുതൽ ഞങ്ങൾ നടപ്പാക്കുമെന്നൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം കാപട്യം, കള്ളത്തരം, ചതി അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. ഇവിടേക്കാണ് UDF എന്ന് പറയുന്ന സംവിധാനം പണ്ടും ഉഡായിപ്പുകളുടെ ഒരു എന്താ പറയുക കേന്ദ്രമാണ്. അവർ ഉഡായിപ്പുകളുടെ ഒരു ഫാക്ടറിയാണ് UDF. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന സമര പരമ്പരകളുടെ ഒരു സൂചന മാത്രമാണിത്. മഹിളാ മോർച്ചയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് യാതൊരു യോജിപ്പുമില്ല. ഞാൻ വളരെ കൃത്യമായ രാഷ്ട്രീയ അവബോധമുള്ള ഇടതുപക്ഷക്കാരനാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. പക്ഷേ ഈ സമരം, ഇന്നത്തെ ഈ സമരം അഭിനന്ദനീയമാണ്. അഭിനന്ദനങ്ങൾ അർഹിക്കുന്നൊരു സമരമാണ് മഹിളാ മോർച്ച പ്രവർത്തകർ കാഴ്ചവെച്ചത്. അത് മാതൃകാപരമാണ്. പുലിയെ അതിൻ്റെ മാളത്തിൽ ചെന്ന് വേട്ടയാടുക എന്ന ഒരു വേട്ടക്കാരൻ്റെ രീതിയാണ് ഇന്ന് കണ്ടത്. ഈ രീതി BJP ഇനിയും തുടരും. കാരണം അവർക്ക് കേരളം വേണം. അതിന് ഈ ബുദ്ധിയില്ലാത്ത ഈ UDF സംവിധാനവും പിന്നെ അതിബുദ്ധിയുള്ള ലെഫ്റ്റ് സംവിധാനവും ജാഗ്രതയോടെ ഇരുന്നാൽ നല്ലത്. സമരങ്ങൾ നൈസർഗികമായി സംഭവിക്കട്ടെ. ഇന്ന് അങ്ങനെ സംഭവിച്ചൊരു സമരമാണ്. അതിന് ആ സ്ത്രീകളോട് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.